Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ആപ്പെ ഓട്ടോ എങ്ങനെയാണ് കാരറ്റ് വലിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ എപ്പോഴും പലർക്കും അത് അറിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് പോലും കുറച്ച് പേർക്ക് അതെങ്ങനെയാണ് കൃത്യമായിട്ട് വണ്ടി വലിച്ച് സ്റ്റാർട്ടാക്കേണ്ടതെന്ന് അറിയില്ല. ഇന്ന് നമ്മളോടുള്ള അജീഷാണ്. നമ്മൾ ഈ ചാനലിലെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ അജീഷിനെ അറിയാം, ഇവൻ്റെ ഈ വണ്ടി അറിയാം. അപ്പോൾ ഇവന് ഈ വണ്ടി വലിച്ച് സ്റ്റാർട്ടാക്കാൻ അറിയില്ല. അറിയില്ല ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ബാറ്ററി ഒന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി എന്തെങ്കിലും ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റും. ഷിജോട്ടൻ കാണിച്ചു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവൻ എന്തായാലും അറിയില്ല. ഇപ്പോൾ ഇവൻ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അജീഷ് റെഡിയല്ലേ? സംഭവം റെഡിയല്ലേ? ഓക്കെ, സ്റ്റാർട്ടാക്കാൻ റെഡിയല്ലേ? അപ്പോൾ കയറൊന്ന് കാണിക്കി. ഇനിയിപ്പോൾ ഈ കയറിടേണ്ട സ്ഥലം കാണിച്ചു രാജേഷേ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നീ കയർ ആദ്യം മുന്നോട്ടിട്ട് നമ്മളെ ചുറ്റേണ്ട ഭാഗം ഉള്ളിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വലിച്ച് പിടിച്ചു നോക്ക്. അത്രയും മതി. ഇപ്പോൾ അപ്പുറന്ന് കിട്ടൂലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? നമ്മുടെ പുള്ളി കാണുന്നില്ലേ? അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചു വെക്ക്. ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചു വെക്ക് നല്ലോണം. മാക്സിമം വന്നോ? നോക്ക്, മാക്സിമം വന്നു. അത്രേ വരാണല്ലോ. ആ പോയിന്റ് വന്നു. അത് ഫുൾ ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. ഇനി അങ്ങോട്ട് തിരിയൂലല്ലോ. നോക്ക്, ഒന്നും കൂടെ തിരിച്ചു വെക്ക്. തിരിയില്ലല്ലോ. ഇല്ല, കറക്റ്റ് അല്ല, അവിടെ നിൽക്കല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് തിരിച്ചു വെക്കേണ്ടത്. ഈ പുള്ളി നമ്മൾ ഇതുപോലെ തിരിച്ചു വെക്കുക. അതിനുശേഷം ഇനി അതിൽ കയറ് ചുറ്റുക. അപ്പോൾ കയറ് ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇവിടുന്ന് വലിക്കുക. ആ ഡീസലിൻ്റെ പൈപ്പില്ലേ അതിൻ്റെ മേലെ എന്നിട്ട് അതവിടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ചുറ്റ് അതുപോലെ അവിടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ചുറ്റുക. 1 2 3 ചുറ്റി ചുറ്റണം. ഓക്കെ, ഒന്നുകൂടെ അതും ഫുൾ അങ്ങ് ചുറ്റി. 3 ഓക്കെ, ചുറ്റിയില്ലേ? ഇനി നീ ഇപ്പുറത്തേക്ക് വാ. അജീഷ്, ഇപ്പോൾ കറക്റ്റ് കയറ് റെഡിയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ നീ ഒരു ഒറ്റ വലിയ അങ്ങ് വലിച്ചു നോക്ക്. സ്റ്റാർട്ടായില്ല. അതെന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ ചുറ്റിൽ കറക്റ്റ് കുടുങ്ങിയിട്ടില്ല. അല്ലാതെ നോക്കണ്ട. അതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. അത് നോക്കണ്ട. അത് നല്ലോണം ചുറ്റിക്കാം. നീ ആ കയറിൻ്റെ കെട്ട് കറക്റ്റ് അവിടെ കുടുക്കി വെച്ചിട്ടില്ലേ? ഇത് ചുറ്റുന്ന തെറ്റാണ് ചെങ്ങായി. തിരിച്ചു ചുറ്റി. നേരെ ഇപ്പുറത്തേക്ക്. ആദ്യം കറക്റ്റ് ചുറ്റിയല്ലോ നീ. ഉണ്ട എടുത്തിട്ട് അവിടെ കറക്റ്റ് അങ്ങ് ടൈറ്റാക്കി. അങ്ങനെ ടൈറ്റാക്കി വെച്ചു. അങ്ങനെ. ഓക്കെ, അങ്ങനെ ചുറ്റി. 2 ഓക്കെ. ഇനി നീ പഴയ പോലെ ബാക്കിലേക്ക് വാ. എന്നിട്ടൊന്ന് ടെമ്പറാണോ നോക്ക്. വലിക്കരുത്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി ടെമ്പറാണോ. ഓക്കെ അല്ലേ? ഒറ്റ വലി ഫുൾ അങ്ങ് വലിച്ച് അപ്പുറത്തേക്ക് അങ്ങ് എത്തിക്കും. ഓക്കെ, സ്റ്റാർട്ടായില്ലേ? എങ്ങനെയുണ്ട് നിൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ അജീഷേ, ആദ്യമായിട്ടല്ലേ നീ ഇങ്ങനെ വണ്ടി വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഒറ്റ വലിക്ക് സ്റ്റാർട്ടായില്ലേ? ഒറ്റ വലിക്ക് സ്റ്റാർട്ടായി നീ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആദ്യം ഒരു വലി പുള്ളി ഇങ്ങ് പോകുന്നതിന് അത് കൊടുക്കാനകത്ത് പോകുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം ഇതാണ്. കറക്റ്റായിട്ട് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഇത് നടക്കും. ഞാനും ഇങ്ങനെ തന്നെ പഠിച്ചത്. പക്ഷേ വീഡിയോ കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ വീഡിയോ കണ്ടാലും മനസ്സിലാവും എന്ന് വിചാരിക്കാം അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇത് പാടുണ്ടോ? വലിച്ചാൽ പാടുണ്ടോ? ഇല്ല, സ്മൂത്താണ്. അത് ഒറ്റ വലി കറക്റ്റ്. ആ നേക്കിന് കിട്ടണം, സ്റ്റാർട്ടാവും. പക്ഷേ നിനക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഇവന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആരെയും പരസഹായം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.